എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും ബൃഹത്തായ ദേവാലയങ്ങളിൽ ഒന്ന് സെന്റ് തോമസ് കോട്ടക്കാവ് ഫൊറോന ദേവാലയം. മാറി മാറി വന്ന മുൻ വികാരിമാർ ഉൾപ്പെടെ നടത്തിയ അഴിമതി കണക്കുകളുടെ കൂമ്പാരങ്ങളാണ് ഈ ദേവാലയം. 2024 വരെ യാതൊരു പുരോഗമനവുമില്ല എന്ന പേരിനുടമയായ പള്ളിയാണ് സെന്റ് തോമസ് കോട്ടക്കാവ്. ഇവിടെ നടത്തി പരാജയപ്പെട്ട സാന്തോം സാഖ പ്രൊജക്ടിന്റെ കണക്കുകളില്ല നിലവിൽ പ്രൊജക്ട് നിർജ്ജീവം. പ്രൊജക്ട് പ്ലാനുകൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പൂർവികരാൽ നിർമ്മിച്ച ചരിത്രപരമായ പുതിയ പള്ളിയുടെ പ്രിവിലേജ് ഓൾട്ടർ പോലും ആവിയായി. ഉത്തരവാദി വികാരി ജോസ് പുതിയടത്ത്. ക്രിസ്തു ശിഷ്യൻ മാർത്തോമയുടേതെന്ന് പറയാവുന്നതൊക്കെ മാറി മാറി വന്ന വികാരിമാർ ഉന്മൂലനം ചെയ്തു. പള്ളിമുറ്റത്ത് കരിങ്കൽ പാളി നിരത്തിയതിന്റെ വൻ അഴിമതിക്ക് പിന്നിൽ ഫാദർ പോൾ കാരടൻ. പൂർവികരാൽ പടുത്തുയർത്തിയതൊന്നും യാതൊരു ആലോചനയുമില്ലാതെ വികാരി ജോസ് പുതിയടത്ത് പൊളിച്ചു നീക്കി. പഴയ പള്ളിയുടെ മുഖച്ഛായ തന്നെ മാറ്റി. പുതിയ പള്ളിയുടെ അൾത്താര പാഴ്മരം കൊണ്ട് പൊതിയുകയും വികലമായ കളറുകളും പൂശി ഇടവകക്കാരെ തമ്മിൽ വിഘടിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പയെ അനുസരിക്കാതെ സഭയുടെ നിർദ്ദേശപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കാതെ സമീപത്തുള്ള 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി പോലീസിനെ വിന്യസിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് നീതി നിഷേധിച്ച് സഭാവിരുദ്ധ കുർബാന ചൊല്ലിയ വികാരി ജോസ് പുതിയടത്ത് കോട്ടക്കാവിൽ ജീവിതം ആസ്വദിക്കുന്നു. വ്യാജസിദ്ധി പ്രവചിക്കുന്നത് ഈ വികാരിയെ ഇടവക ജനത്തിന് വേണ്ട. അദ്ദേഹത്തെ നീക്കം ചെയ്യണം എന്ന അതിശക്തമായ ആവശ്യങ്ങളുമായി ഇടവക അംഗങ്ങൾ രംഗത്ത് വരികയാണ്.